ബദരീങ്ങൾ ഇസ്തിഗാസ നടത്തിയത്, ബദറിലെ ശുഹദാക്കളും അല്ലാത്തവരുമൊക്കെ ഇസ്തിഗാസ നടത്തിയത് അള്ളാഹുവിനോടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ നടത്തിയത് അള്ളാഹുവിനോട് മാത്രമാണ്. അവിടെ മധ്യവർത്തികളില്ല, ഇടയാളന്മാരില്ല. അങ്ങനെയാണ് അവർ ഷഹീദുകളായത്, അങ്ങനെയാണ് അവർ ബദരീങ്ങളായത്. എന്നിരിക്കെ ആ ബദരീങ്ങളോട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എത്രമാത്രം മോശമാണ്, എത്രമാത്രം ലജ്ജാവഹമാണ്. അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ബദരീങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? ചിന്തിക്കുക, അവരെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, മധ്യവർത്തികൾ പാടില്ല. വലിയകളെ അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അവരെ ഇടയാളന്മാരാക്കരുത്, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്. അതൊക്കെ ശിർക്കാണ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിലും അത് പ്രചരിപ്പിച്ചതിന്റെ പേരിലുമാണ് ബദർ യുദ്ധമുണ്ടായത്. അവരിൽ പലരും ഷഹീദുകളായത്, അവർ ബദരീങ്ങളായി തീർന്നത്. എന്നിരിക്കെ പിന്നീട് വരുന്ന ഒരു തലമുറ ആ ബദർ യുദ്ധം നടന്ന അതേ ദിവസത്തിൽ ബദർ ദിനം എന്നൊരു പേരിട്ട് വിളിച്ചുകൊണ്ട്, നബിക്കോ സ്വഹാബത്തിനോ അങ്ങനെ ഒരു ദിവസം പരിചയമില്ല. ആ ബദർ യുദ്ധം നടന്ന ദിവസമല്ലാതെ എല്ലാ റമളാനിലും ബദർ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ആചരിക്കുന്ന സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല, സ്വഹാബികൾക്കുണ്ടായിരുന്നില്ല. ആ നിലക്ക് ആ ദിവസത്തെ ആചരിക്കൽ തനിച്ച ബിദ്അത്താണ്. അതേ സന്ദർഭത്തിൽ അതേ ദിവസം ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിലോ, അതേ ദിവസം മാത്രമല്ല മറ്റു സന്ദർഭങ്ങളിലും ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നത് വലിയ തെറ്റാണ്, ശിർക്കാണ്. അത് അവരെ അപമാനിക്കലാണ്. അതേപോലെ തന്നെ ചില ആളുകൾ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവെ സഹായിക്കണേ, അങ്ങനെ പറയൽ ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ദുആഇന്റെ രീതി, ഒരു പ്രാർത്ഥനയുടെ രീതി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബികൾ ആരും അങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന രൂപത്തിലുള്ള അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനാ രൂപം അത് ബിദ്അത്താണ്. ഇനി ബദരീങ്ങളെ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ, ബദരീങ്ങളെ കാക്കണേ എന്നുള്ള നിലക്കാണെങ്കിൽ അത് പച്ചയായ ശിർക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമും ശിർക്കും തമ്മിൽ വേർതിരിക്കുന്ന വിഷയം അതാണ്. ആ വിഷയം ഗൗരവത്തോടുകൂടി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുക.